ഹമാസിന്റെ തടവറയിൽ നിന്നും 1.5 കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ 8-ന് രാവിലെ മോചിതനാകുമ്പോൾ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയെക്കുറിച്ചും എലി ഷറാബി എന്ന ഇസ്രയേലിക്ക് യാതൊരുവിധ അറിവുമില്ലായിരുന്നു. മോചനത്തിന് പിന്നാലെ BBC പ്രതികരിക്കവേ ഷറാബി പറഞ്ഞത് തന്റെ ഭാര്യയുടെയും മക്കളുടെയും അരികിലേക്ക് മടങ്ങുന്നതിൽ വളരെയേറെ സന്തുഷ്ടനാണെന്നായിരുന്നു. 2023 ഒക്ടോബർ 7-ന് നടന്ന ഹമാസ് ആക്രമണത്തിൽ ഭാര്യ ലിയാനും മക്കളായ നോയയും യാഹേലും കൊല്ലപ്പെട്ട വിവരം അറിയാതെയായിരുന്നു ഷറാബി ഇങ്ങനെ പ്രതികരണം നടത്തിയത്. ബന്ദിയാക്കപ്പെട്ട ഷറാബിയുടെ മൂത്ത സഹോദരൻ യോസി തടങ്കലിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ആ വിവരം ഷറാബിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. യോസിയുടെ മൃതശരീരം ഗാസയിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. തടവുകാരെ മോചിപ്പിക്കാനുള്ള കരാറിന്റെ ഭാഗമായി ഹമാസ് ഏറ്റവും ഒടുവിൽ മോചിപ്പിച്ച 3 ഇസ്രയേൽ ബന്ദികളിൽ ഒരാളാണ് എലി ഷറാബി. ഒഹദ് ബെൻ അമി, ഓർലെവി എന്നിവരാണ് ഷറാബിക്കൊപ്പം മോചിപ്പിക്കപ്പെട്ടവർ. ഇവരെ റെഡ് ക്രോസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മോചിതനായ ഷറാബി അമ്മയും സഹോദരനെയും സഹോദരിയും കണ്ടു. മോചിപ്പിക്കപ്പെട്ട ഷറാബിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ കണ്ട ഞെട്ടലിലാണ് കുടുംബം ഇപ്പോൾ ഉള്ളത്. 1.5 കൊല്ലം മുമ്പ് തങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഷറാബിയുടെ ഏറെ ക്ഷീണിതമായ രൂപമാണ് അവർക്ക് മുൻപിലെത്തിയത്. ഇത്രയും ക്ഷീണിതനായ ഷറാബിയെ കാണേണ്ടി വരുന്നതിൽ അതിയായ പ്രയാസമുണ്ടെങ്കിലും അതിലേറെ പ്രയാസം വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ദുഃഖകരമായ വാർത്തയാണെന്നതാണ് ശരിക്കും വിഷമിപ്പിക്കുന്നതായി ഭാര്യ സഹോദരൻ സ്റ്റീവ് ബ്രിസി തുറന്നു പറയുന്നത്. എന്നാൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിലെ പ്രധാന മേഖലകളിലൊന്നായ നെറ്റ്സാറിം ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. 6 കിലോമീറ്റർ വരുന്ന നെറ്റ്സാറിമിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനാണ് കരാറിലെ പ്രധാന ധാരണ. വടക്കൻ തെക്കൻ ഗാസയെ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്താണ് സംഘർഷകാലത്ത് ഇസ്രായേൽ സൈന്യം കൂടുതലും താവളമാക്കിയിരുന്നതും. വെടിനിർത്തൽ കരാറിനെ തുടർന്ന് നെറ്റ്സാരി ഇടനാഴി വഴി കടന്നുപോകാൻ ഇസ്രായേൽ സൈന്യം പാലസ്തീനികളെ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം യുദ്ധബാധിത മേഖലയായ വടക്കൻ ഗാസയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് കാൽനടയായും വാഹനങ്ങളിലും മറ്റും ഇതുവഴി കടന്നുപോയത്. പരിശോധനകളില്ലാതെയാണ് ഇവരെ കടത്തിവിട്ടിരുന്നതും. പ്രദേശത്തു നിന്ന് എത്രത്തോളം സൈനികരെ പിൻവലിച്ചുവെന്നത് നിലവിൽ വ്യക്തമല്ല. നെറ്റ്സാറിമിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലുമായും ഈജിപ്തുമായും ഗാസയിലെ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ സൈന്യം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഹമാസ് തടവിലുള്ള കൂടുതൽ ഇസ്രയേലി ബന്ദികളെ വിട്ടുകിട്ടാനുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാറിന്റെ ഭാഗമായി ഇതിനകം 100 കണക്കിന് പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുകയും അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായി ഇതുവഴി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഗാസയിൽ നിന്ന് സൈനികരെ പൂർണ്ണമായി പിൻവലിക്കുന്നത് ഭാവിയിൽ വിഷയമായേക്കാം.